ഉയർന്ന രക്തസമ്മർദ്ദം തടയുന്നതിന് പുതിയ മാർഗനിർദ്ദേശങ്ങളുമായി അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ 2025 ഓഗസ്റ്റ് 14 പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങളുടെ പ്രധാന ലക്ഷ്യം ചികിത്സ നേരത്തെയാക്കുക എന്നതാണ്. ഹൃദയാഘാതം, പക്ഷാഘാതം എന്നിവ കൂടാതെ വൃക്കരോഗങ്ങൾ, ടൈപ്പ് 2 പ്രമേഹം, ഓർമ്മക്കുറവ്, ഡിമെൻഷ്യ എന്നിവയും തടയാൻ ഇത് സഹായിക്കും. പുതിയതായി അവതരിപ്പിച്ച പ്രിവെന്റ് എന്ന റിസ്ക് കാൽക്കുലേറ്റർ ഒരാളുടെ 10-30 വർഷത്തെ ഹൃദ്രോഗ സാധ്യത കണക്കാക്കുന്നു. ടൈപ്പ് 2 പ്രമേഹം, അമിതവണ്ണം, വൃക്കരോഗം എന്നിവയുള്ളവർക്ക് ഒന്നിലധികം മരുന്നുകൾ ഉപയോഗിക്കാൻ പുതിയ നിർദ്ദേശങ്ങളിൽ ശുപാർശ ചെയ്യുന്നു. സ്റ്റേജ് 2 ഹൈപ്പർടെൻഷൻ ഉള്ളവർക്ക് 2 മരുന്നുകൾ ഒരുമിച്ചടങ്ങിയ കോംബോ ഗുളികകളും നിർദ്ദേശിക്കുന്നു. ഗർഭകാലത്തെ ഉയർന്ന രക്തസമ്മർദ്ദത്തിന് പ്രത്യേക ശ്രദ്ധ നൽകുന്നുണ്ട്. ഇത് തടയാൻ ചിലർക്ക് കുറഞ്ഞ ഡോസ് ആസ്പിരിൻ ശുപാർശ ചെയ്യുന്നു. കൂടാതെ പ്രസവത്തിന് ശേഷവും രക്തസമ്മർദ്ദം നിരീക്ഷിക്കാൻ നിർദ്ദേശമുണ്ട്. ജീവിതശൈലി മാറ്റങ്ങളാണ് ഈ മാർഗനിർദ്ദേശങ്ങളുടെ കാതൽ. ഉപ്പ് ഉപയോഗം കുറയ്ക്കുക, മദ്യപാനം നിയന്ത്രിക്കുക, പതിവായി വ്യായാമം ചെയ്യുക, മാനസിക സമ്മർദ്ദം കുറയ്ക്കുക, കൃത്യമായ ഡയറ്റ് പിന്തുടരുക എന്നിവയെല്ലാം ഇതിലുൾപ്പെടുന്നു. കൂടാതെ വീട്ടിൽ രക്തസമ്മർദ്ദം അളക്കുന്നത് ചികിത്സ ഫലപ്രദമാക്കാൻ സഹായിക്കുമെന്നും പുതിയ മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നു.